നല്ല കാര്യം തന്നെയാണ്. ഇന്നലെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയല്ലോ. ഇന്ന് ലോറിന്റെ അടുത്ത് എത്താൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. മരം കിട്ടിയ ഭാഗം, കയറ് കെട്ടിക്കിടക്കുന്ന ഭാഗവും പരിശോധിക്കേണ്ടതുണ്ട്. കയറ് അടിത്തട്ടിലെവിടോ കുടുങ്ങി കിടക്കുന്നതുണ്ട്. അതേമാതിരി അതിന്റെ മേലെയുള്ള ഒരു ആൽമരണ്ട്, അതെടുത്ത് മാറ്റണം. അതിന് പുറത്തേക്ക് വലിച്ചെടുക്കേണ്ട ഇതുണ്ട്. അതിന് പുറത്തു നിന്നും ഒരു ക്രെയിന് വലിച്ചിട്ട് വേണം ആൽമരം പുഴന്ന് എടുത്ത് മാറ്റേണ്ടി. അതിനുള്ള സംവിധാനം അധികൃതർ ഉണ്ടാക്കണം. ഈശ്വർമൽപേ സംഘവും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി വളരെയധികം പ്രശംസിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നല്ല നല്ല കാര്യങ്ങളാണ്. ഇത് മെഷീനോ മറ്റുള്ള കാര്യങ്ങളോ എല്ലാം ഇന്നലെ കണ്ടുപിടിച്ചത്. 3 സാധനങ്ങൾ കണ്ടുപിടിച്ച് ഇന്നലെ. പ്രധാനപ്പെട്ട മരം കിട്ടി. ഇതുവരെ ഒരിക്കലും പുഴയെന്ന് മരം കിട്ടിയിട്ടില്ലായിരുന്നു. അതായത് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ആ സ്പോട്ടിൽ നിന്ന് മരം കിട്ടിയിട്ടില്ല. 9 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഇതുവരെ മരം കിട്ടിയത്. പക്ഷെ ആദ്യമായിട്ട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, മരങ്ങൾ ഭാരമേറിയ മരങ്ങളാണ്. അത് അടിത്തട്ടിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അടിത്തട്ട് വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അടിത്തട്ടിൽ ഞങ്ങളെ മരങ്ങൾ കാണാൻ പറ്റും എന്നുള്ളത്. ഇന്നലെ ആ ഒരു കണ്ടെത്തൽ വലിയൊരു മനസ്സിന് ആശ്വാസം നൽകുന്നുണ്ട്. അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോറിയും കണ്ടെത്താൻ സാധിക്കും. മനാഫ്, ഇന്നലെ ലോറികളുടെ അവശിഷ്ടം ലഭിച്ചപ്പോൾ അത് അർജുന്റെ ലോറി ആയിരിക്കും എന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഇപ്പോൾ അല്പസമയം മുമ്പ് മൽപ്പെ ന്യൂസ് 8 സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ഉഗ്രസ്ഫോടനം നടന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ്. ഈ ലോറി അവശിഷ്ടങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ മനാഫിന്റെ ലോറി, അർജുൻ ഓടിച്ചിരുന്ന ലോറി, അത് ചിന്നിച്ചിതറി പോയിട്ടില്ല എന്നുള്ള പ്രതീക്ഷയാണോ ഇപ്പോഴും മനാഫിനുള്ളത്? നേരത്തെ ജിതിൻ സൂചിപ്പിച്ചതുപോലെ ക്യാബിനുള്ളിൽ തന്നെ അർജുൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? 100%. ഈ ലോറി ഇന്നലെ നാളെ കണ്ടെത്തന്നെ ചെയ്യും. ആ കണ്ടെത്തുമ്പോ ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഇത്രയും കാലത്ത് ഒരു അന്വേഷണം വെച്ചിട്ട് സ്വന്തമായി ഒരുപാട് പ്രാവശ്യം പുഴയിലും കടലിലും നമ്മൾ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ഇവിടെ തെരച്ചിൽ നിർത്തി ഗവൺമെന്റ് പോയ ശേഷം പ്രൈവറ്റ് ആയിട്ട് ഞങ്ങൾ പുഴയിലും കടലിലും ഒക്കെ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കടലിൽ തെരച്ചിൽ നടത്തിയ സമയത്താണ് ഒരു ബോഡി കണ്ടെത്തിയത്. അപ്പം അത്രയും പൈസ ചെലവാക്കി ഞങ്ങൾ നോക്കിയത് പ്രകാരം ഒരു സ്ഥലത്തുനിന്നും നമ്മളെ വണ്ടിക്ക് ഒരു സാധനം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എസ്പെഷ്യലി ഭാരത് ബെൻസിന്റെ വണ്ടീന്റെ കുറെ സ്പെയർ പാർട്സുകൾ ഫൈബറിൻ്റെതാ, വെള്ളത്തിൽ പൊങ്ങി കിടക്കും. അറ്റ്ലീസ്റ്റ് ആ പാർട്സുകൾ ഒഴുകുകയാണെങ്കിൽ കടലിന്റെ ഭാഗത്ത് കരയിലെങ്കിലും വന്നടിയും. ഒരു പാർട്സ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം തീരെ തകർന്നിട്ടില്ല എന്നല്ല. തകർന്ന പുറംഭാഗത്തുള്ള പല ഇപ്പം വെള്ളം വെക്കുന്ന ഫ്രെയിം അത് നമ്മൾ അർജുൻ പറഞ്ഞ് ഉണ്ടാക്കിച്ചതാണ്. അർജുനും ബാക്കി ഡ്രൈവർമാർ ആവശ്യപ്പെട്ട പ്രകാരം ഉണ്ടാക്കിയ ഫ്രെയിം അതൊക്കെ ഇപ്പൊ ഇതേ സ്പോട്ടിൽ നിന്ന് തന്നെ കിട്ടിയല്ലോ. വണ്ടി എന്തായാലും പരിക്കുകൾ വണ്ടിക്ക് കുറവാനാണ് സാധ്യത. അങ്ങനെ ആവാനാണ് ആഗ്രഹിക്കുന്നതും. കാരണം എന്നാലേ ആ ക്യാബിന് ഒരു പരിക്കില്ലാഞ്ഞ് അതിന്റെ ഉള്ളിൽ അർജുൻ ഉണ്ട് എന്ന് ഇപ്പോഴും ഞങ്ങളെല്ലാരും വിശ്വസിക്കുന്നുണ്ട്. അപ്പം അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. തീർച്ചയായും. ഈ പുഴത്തീരത്തേക്ക് എത്തിയിട്ടുണ്ടോ മനാഫ് ഇപ്പോ? അതെ, അവിടെ ഉണ്ടല്ലേ. ഓക്കെ, വരും നിമിഷങ്ങളിലും മനാഫിലേക്ക് മടങ്ങിയെത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. മനാഫുമായി സംസാരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ തെരച്ചിലിന്റെ ഓരോ ഘട്ടത്തിലും. വളരെ നന്ദി മനാഫ്, ഞങ്ങളോടൊപ്പം ഇപ്പോൾ ചേർന്നതിന്. എന്തായാലും ശിരൂർ ദൗത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയെത്താം. ശിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ള വളരെ നിർണായകമായ തെരച്ചിൽ അത് 2ാം ദിവസം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.